ഹായ് ഫ്രണ്ട്സ്, സ്റ്റേഷ്യസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വാസ്ലിൻ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? കാലിൽ വിണ്ട് കീറുമ്പോഴും നമ്മുടെ ചുണ്ടിൽ ലിപ് ബാമായിട്ടും മോയ്സ്ചറൈസറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യും. എന്നാൽ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് യൂസസ് നമ്മുടെ വാസ്ലിനുണ്ട്. ആ ഹാക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്ന. യൂസ്ഫുൾ ആയിട്ടുള്ള 10 ഹാക്സാണ് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും, നല്ല സ്മെല്ലുള്ള പെർഫ്യൂം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകും. അപ്പോൾ സ്മെല്ല് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ്. നമ്മൾ സ്പ്രേ അടിക്കുന്നതിന് മുമ്പ് അവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൈയുടെ അടിഭാഗത്തോ അല്ലെങ്കിൽ കഴുത്തിലായിട്ടൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പെർഫ്യൂം അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ടില്ലേ, നമ്മുടെ റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വളകളൊക്കെ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഊരിപ്പോകാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റാതെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കുറച്ച് വാസലിൻ എടുക്കുക. അതിനുശേഷം നമ്മുടെ വിരലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മോതിരം ഒന്ന് ഊരി നോക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, നേരത്തെ ആണെങ്കിൽ ഭയങ്കര ടൈറ്റായിരുന്നു, ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ വിരലിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത ഹാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ഹെന്ന ചെയ്യുമല്ലോ, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ കളറൊക്കെ സ്പ്രെഡായിട്ട് നമ്മുടെ മുഖത്ത്, നെറ്റിയുടെ സൈഡിലും ചെവിയിലൊക്കെ ആകാറുണ്ട്. മിക്കവർക്കും പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ വാസലിൻ എടുത്തതിന് ശേഷം നെറ്റിയുടെ സൈഡിലും ചെവിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഹെന്നയോ അല്ലെങ്കിൽ കളറിങ്ങോ എന്താണെന്ന് വെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലൊന്നും ഈ കളർ പറ്റി പിടിക്കാണ്ട് നമ്മൾ കഴുകി കളയുമ്പോൾ അതെല്ലാം പെട്ടെന്ന് റിമൂവ് ആവും. ഇതുപോലെ നമ്മുടെ പഴയ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലോ ഒക്കെ ഇങ്ങനെ സിബ് സ്റ്റക്കാവാറുണ്ട്. നമുക്ക് സിബ് അടയ്ക്കാനോ തുറക്കാനോ പറ്റാതാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസലിൻ എടുത്തതിന് ശേഷം നമ്മുടെ സിബിൽ മൊത്തം ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. കുറച്ച് വാസലിൻ എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ സിബിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, വാസലിൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോക്കിക്കേ, നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സിബ് അടയ്ക്കാനും തുറക്കാനും പറ്റുന്നുണ്ട്. നമ്മൾ നെയിൽ പോളിഷൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിതിൻ്റെ ക്യാപ്പൊക്കെ പിന്നെ തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ഹാക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ക്യാപ്പൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് അടച്ചു വെക്കുന്നതിന് മുമ്പ്, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മുടെ നെയിൽ പോളിഷിൻ്റെ ക്യാപ്പിൻ്റെ ആ സൈഡിൽ മൊത്തമായിട്ട് നന്നായിട്ടൊന്ന് വാസലിൻ അപ്ലൈ ചെയ്യുക. വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര കാലം തന്നെ നമ്മളിങ്ങനെ വെച്ചിരുന്നാലും പിന്നെ ഇത് ടൈറ്റൊന്നും ആവത്തില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് തുറന്നെടുക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരു മേക്കപ്പ് റിമൂവറാണ് വാസലിൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും മേക്കപ്പ് റിമൂവർ ഉണ്ടാവണമെന്നില്ല. അഥവാ ഉണ്ടെങ്കിലും അത് തീർന്നു പോകുന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വാസലിൻ. നമ്മളിതുപോലെ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട സമയത്ത് കുറച്ച് വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. നമ്മളിതുപോലെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വാസലിൻ യൂസ് ചെയ്യാം. ഇതുപോലെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ പാഡ് കൊണ്ടോ പഞ്ഞിയുണ്ടോ എന്തെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. മേക്കപ്പൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും സ്പ്ലിറ്റ് എൻഡ് പ്രോബ്ലം വരാത്ത ആരുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്ത് നമ്മുടെ മുടിയുടെ തുമ്പിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ സ്വർണ്ണക്കമ്മലൊന്നും ഇടാണ്ടിരുന്നിട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വേദനയായിരിക്കും. ഹോളൊക്കെ ചെറുതായിട്ട് അടഞ്ഞിട്ട് വേദനയായിരിക്കും. അതുപോലെ നമ്മൾ പിള്ളേർക്കൊക്കെ കമ്മലിട്ട് കൊടുക്കുമ്പോഴും അവർക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
ഇതുപോലെ നമ്മുടെ വാസലിൻ എടുത്തതിന് ശേഷം ഈ കമ്മലിൻ്റെ ആ അണിയുടെ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക, അവിടെ തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാതിലെ ഹോളിൻ്റെ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കമ്മലിടുകയാണെങ്കിൽ നമുക്ക് വേദനയൊന്നും എടുക്കില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കമ്മലിടാൻ പറ്റും. നമ്മുടെ അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്കാണ്. നമ്മളെല്ലാവരും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നെയിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് വരാണ്ട് പുറത്തൊക്കെ അങ്ങ് സ്പ്രെഡായിരിക്കും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാക്കാണ്. ഇതുപോലെ നമ്മുടെ ഒരു ബഡ്സ് എടുത്തതിന് ശേഷം നമ്മളിതുപോലെ വാസലിൻ എടുത്തതിന് ശേഷം നമ്മുടെ നഖത്തിന് ചുറ്റും, അതായത് നഖത്തിന് പുറത്തായിട്ട് ഇതുപോലെ നന്നായിട്ട് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വാസലിൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നതെങ്കിൽ പുറത്ത് സ്പ്രെഡായാലും കുഴപ്പമില്ല, നമുക്ക് തുടച്ച് കളയാം. കണ്ടോ, ഞാനിപ്പോൾ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇടുവാണ്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചൊന്നുമല്ല, വളരെ സ്പീഡിൽ അങ്ങ് ഇടുവാണ്. അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇതുപോലെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ബഡ്സിൻ്റെ മറുഭാഗം കൊണ്ട് ഇതുപോലെ തുടച്ച് കളഞ്ഞാൽ മതി. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് നെയിൽ പോളിഷ് ആയി വരും. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് നമ്മൾ നെയിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോഴാണ്, പുറത്തൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യമേ ഫുള്ള് നമ്മൾ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഇടുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നെയിൽ പോളിഷ് ഇടാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാക്കാണ്. നമ്മുടെ മുടിക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഭയങ്കര ഡ്രൈനെസ്, ഫ്രിസിനെസ്, ഇതൊക്കെ. അപ്പോൾ ഈ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും മാറ്റാനും നമ്മുടെ മുടിയൊന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കാനും ഒക്കെ നമുക്ക് വാസലിൻ യൂസ് ചെയ്യാം. നമ്മൾ ഹെയർ സിറം യൂസ് ചെയ്യല്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് വാസലിൻ എടുത്ത് നമ്മുടെ മുടി ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫ്രിസിനെസ്സൊക്കെ ഒന്ന് കുറച്ച് നല്ല സ്മൂത്താക്കി നമ്മുടെ ഹെയർ ഇടാൻ വേണ്ടിയിട്ട് വാസലിൻ ഹെൽപ്പ് ചെയ്യും. ഈ ഹാക്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.